നമസ്കാരം. ഇന്ത്യൻ പാർലമെന്റിന് നമ്മുടെ രാജ്യത്തിന്റെ മാപ്പ് തന്നെ മാറ്റിവരയ്ക്കാൻ സാധിക്കുമോ? സാധിക്കും. ഭരണഘടന അതിന് എങ്ങനെയാണ് അധികാരം നൽകുന്നത്? അതാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഭരണഘടനയിലെ ആദ്യത്തെ 4 ആർട്ടിക്കിളുകളിലേക്ക് നമുക്ക് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മുടെ ഈ വിശകലനം ഇങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്. ഇന്ത്യൻ യൂണിയന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കും. പിന്നെ പതിയെ രാജ്യത്തിനകത്തും പുറത്തും മാറ്റങ്ങൾ വരുത്താനുള്ള നിയമവശങ്ങളിലേക്ക് കടക്കും. പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമസ്കാരം. നമ്മുടെ ചർച്ചയുടെ എല്ലാം കാതൽ ഒരുപക്ഷെ ഒരു വിരോധാഭാസം എന്ന് തന്നെ പറയാവുന്നൊരാശയമാണ്. അതായത് നിയമപരമായി ഇന്ത്യ ഒരു ഫെഡറൽ ഘടനയുള്ള രാജ്യമാണെങ്കിലും അതിൻ്റെ സ്വഭാവം നോക്കിയാൽ വളരെ ശക്തമായ ഒരു കേന്ദ്ര സർക്കാരാണ് നമുക്കുള്ളത്. ഈ കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനങ്ങളുടെ അതിരുകൾ മാറ്റാനും എന്തിന് ഒരു സംസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാനും സാധിക്കും. ഇതിൻ്റെ നിയമവശങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ വാചകം ഇതിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്താണെന്ന് ഇത് നമുക്ക് പറഞ്ഞുതരും. സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിനുമേൽ കേന്ദ്ര പാർലമെന്റിന് എത്രത്തോളം അധികാരമുണ്ടെന്ന് ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി വരുന്ന സ്ലൈഡുകളിൽ ഈ അധികാരത്തിന്റെ ഉറവിടം എവിടെയാണെന്നും അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും അതിന്റെ പരിധികളുണ്ടോ എന്നും നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ആർട്ടിക്കിൾ 1. സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നവർക്ക് ഇത് കാണാപാഠമാണ്. പക്ഷേ അതിൽ ഓരോ വാക്കിനും എന്തുമാത്രം ആഴമുണ്ടെന്ന് നമ്മളൊന്ന് നോക്കണം. നമുക്ക് ആർട്ടിക്കിൾ 1ലേക്കൊന്ന് സൂമിൻ ചെയ്താലോ? തീർച്ചയായും. ആർട്ടിക്കിൾ 1ന്റെ തുടക്കം തന്നെ നോക്കൂ, എന്ത് രസാണെന്ന്. ഇന്ത്യ, അതായത് ഭാരതം. ഇത് വെറുതെ എഴുതിയൊരു വാക്കല്ല. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന വലിയ ചർച്ചകളുടെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ വാക്കുകളിൽ കാണുന്നത്. ചിലർ ഭാരതമെന്ന പേരിനായി ശക്തമായി വാദിച്ചു. അവസാനം നമ്മുടെ പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരുമിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിന്റെ പ്രതിഫലനമാണ് ഈ പേര്, സംസ്ഥാനങ്ങളുടെ യൂണിയൻ. എന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങളുടെ ഫെഡറേഷൻ എന്ന് ഉപയോഗിക്കാതിരുന്നത്? ഭരണപരമായി ഇതിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. വളരെ നല്ലൊരു ചോദ്യമാണ്. ഡോക്ടർ അംബേദ്കർ തന്നെ ഇതിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 2 വ്യക്തമായ കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത്, അമേരിക്കൻ ഫെഡറേഷൻ പോലെ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കരാറുണ്ടാക്കിയല്ല ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ചത്. രണ്ടാമത്തത്, അതാണ് ഏറ്റവും പ്രധാനം, ഒരു സംസ്ഥാനത്തിനും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുപോകാൻ നിയമപരമായി ഒരു അവകാശവുമില്ല. ഇത് നമ്മുടെ യൂണിയൻ തകർക്കാനാവാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. ഇവിടെ നിയമപരമായൊരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. യൂണിയൻ ഓഫ് ഇന്ത്യ എന്നതിനേക്കാൾ വളരെ വിശാലമായ ഒന്നാണ് ഇന്ത്യയുടെ ഭൂപ്രദേശം അഥവാ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന പദം. യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ സംസ്ഥാനങ്ങൾ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. എന്നാൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാവിയിൽ അന്താരാഷ്ട്ര നിയമപ്രകാരം ഇന്ത്യക്ക് ലഭിച്ചേക്കാവുന്ന മറ്റു പ്രദേശങ്ങളും ഉൾപ്പെടും. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്താണെന്നും അതിന്റെ ഭൂപ്രദേശം എന്താണെന്നും നമ്മൾ കണ്ടു. ഇനി അടുത്ത ചോദ്യം, ഈ ഭൂപ്രദേശം എങ്ങനെ വലുതാക്കാം? അതായത് പുറത്തുനിന്ന് പുതിയ സ്ഥലങ്ങളെ എങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാം? ആർട്ടിക്കിൾ 2നെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഈ സ്ലൈഡിലെ നിയമപരമായ വാക്കുകൾ ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾ 2 പാർലമെന്റിന് 2 തരത്തിലുള്ള അധികാരമാണ് നൽകുന്നത്. ഒന്ന്, അഡ്മിറ്റ് ചെയ്യാനുള്ള അധികാരം, അതായത് നിലവിലുള്ളൊരു പ്രദേശത്തെ യൂണിയനിലേക്ക് ചേർക്കാനുള്ള പവർ. 2, എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരം, അതായത് മുൻപ് നിലവിലില്ലാതിരുന്നൊരു പ്രദേശത്തെ ഒരു പുതിയ സംസ്ഥാനമായി സ്ഥാപിക്കാനുള്ള പവർ. ഇത് രണ്ടും ഇതുവരെ ഇന്ത്യയുടെ ഭാഗമല്ലാതിരുന്ന പ്രദേശങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് പ്രത്യേകം ഓർക്കണം. അപ്പോൾ പുറത്തുനിന്നുള്ള കാര്യം ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ചർച്ചയുടെ ഹൃദയഭാഗത്തേക്ക് വരാം. ആ തകർക്കാവുന്ന സംസ്ഥാനങ്ങൾ എന്ന കോൺസെപ്റ്റ്. നിലവിൽ യൂണിയന്റെ ഭാഗമായ ഒരു സംസ്ഥാനത്തെ പാർലമെന്റിന് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും? ആർട്ടിക്കിൾ 3ന്റെ പവർ എത്രത്തോളമുണ്ട്? ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിറ്ററി സ്വഭാവം ഏറ്റവും കൂടുതൽ തെളിയിക്കുന്ന ആർട്ടിക്കിൾ. രാജ്യത്തിന്റെ അകത്തുള്ള പൊളിറ്റിക്കൽ മാപ്പ് മാറ്റിവരയ്ക്കാൻ പാർലമെന്റിന് ഏകപക്ഷീയമായ അധികാരം കൊടുക്കുകയാണ് ഈ വകുപ്പ്. ഒരു സംസ്ഥാനത്തെ വിഭജിക്കാനോ 2 സംസ്ഥാനങ്ങളെ ഒന്നാക്കാനോ അതിർത്തികൾ മാറ്റാനോ എന്തിന് പേര് മാറ്റാൻ വരെ ഈ ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഇതിന് പാർലമെന്റിന് പൂർണ്ണ അധികാരമുണ്ട്. ഇതിന്റെ ഭരണപരമായ നടപടിക്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 4 ഘട്ടങ്ങളൊന്ന് വിശദീകരിക്കാമോ? പ്രത്യേകിച്ച് ആ 3ാമത്തെ ഘട്ടം, അതായത് സംസ്ഥാനത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയുമില്ല എന്നത് പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തീർച്ചയായും. ഈ പ്രോസസ്സ് തുടങ്ങണമെങ്കിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വേണം. അദ്ദേഹം ഈ ബിൽ ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ അഭിപ്രായത്തിനായി അയച്ചുകൊടുക്കും. പക്ഷേ ആ അഭിപ്രായം കേൾക്കണമെന്നേയുള്ളൂ, അത് അംഗീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി സംസ്ഥാനം നിശ്ചിത സമയത്തിനുള്ളിൽ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ പോലും പാർലമെന്റിന് മുന്നോട്ടു പോകാം. ചുരുക്കി പറഞ്ഞാൽ, ഒരു സംസ്ഥാനം എത്രയൊക്കെ എതിർത്താലും ആ സംസ്ഥാനത്തെ വിഭജിക്കാൻ കേന്ദ്രത്തിന് സാധിക്കും. കേൾക്കുമ്പോൾ തോന്നുന്നത് പാർലമെന്റിന് എന്തും ചെയ്യാമെന്നാണ്. ഒരു സംസ്ഥാനത്തെ അപ്പാടെ ഇല്ലാതാക്കാൻ വരെ പറ്റുമെങ്കിൽ ഇതിനൊരു ലിമിറ്റുമില്ലേ? ഒരു ഭരണഘടനാ നിയമജ്ഞൻ എന്ന നിലയിൽ പറയൂ, ഈ അധികാരത്തിന് എന്തെങ്കിലും പരിധികളുണ്ടോ? ഇല്ല.
ഈ അധികാരം തീർച്ചയായും പരിധിയില്ലാത്തതല്ല. ഇതിന് നടപടിക്രമപരവും നിയമപരവുമായ ചില പ്രധാനപ്പെട്ട പരിമിതികളുണ്ട്. ഭരണഘടന തന്നെ ഈ അധികാരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്നും എവിടെ ഉപയോഗിക്കാൻ പാടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ആ പരിധികൾ എന്തൊക്കെയാണെന്ന് അടുത്തതായി നോക്കാം. ഇവിടെയാണ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. ആർട്ടിക്കിൾ 4 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നത് ഒരു സാധാരണ നിയമനിർമ്മാണം പോലെ ലളിതമാണ് എന്നാണ്. അതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള ആർട്ടിക്കിൾ 368 സങ്കീർണമായ പ്രത്യേക ഭൂരിപക്ഷമൊന്നും ആവശ്യമില്ല. പാർലമെന്റിലെ കേവല ഭൂരിപക്ഷം, അതായത് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. ഭാവിയിലെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ മനഃപൂർവ്വം ഈ പ്രക്രിയ ലളിതമാക്കിയതാണ്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയൊരു എക്സെപ്ഷൻ വരുന്നത്. പാർലമെന്റിന് ഒരു സംസ്ഥാനത്തെ ഇല്ലാതാക്കാൻ പോലും സാധിക്കുമെങ്കിലും ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമി ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ ഈ സിമ്പിൾ മെജോറിറ്റി പോരാ. 1960 ബെറുബാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി ഇത് വളരെ വ്യക്തമാക്കിയതാണ്. ഇന്ത്യയുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അതിന് ആർട്ടിക്കിൾ 368 പ്രകാരം ഒരു ഭരണഘടനാ ഭേദഗതി തന്നെ പാസാക്കേണ്ടി വരും. ഈ ബെറുബാരി തത്വത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ അടുത്ത് കണ്ടത്. 2015 100ാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ച് ചില പ്രദേശങ്ങൾ കൈമാറുന്നതിന് പാർലമെന്റിന് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യേണ്ടി വന്നു. കാരണം അത് ആർട്ടിക്കിൾ 3ന്റെ അധികാരപരിധിക്ക് പുറത്തുള്ള ഒരു കാര്യമായിരുന്നു. അവസാനമായി ഒരുപക്ഷെ ഏറ്റവും ശക്തമായ നിയന്ത്രണം വരുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നാണ്. അതായത് ജുഡീഷ്യൽ റിവ്യൂ. പാർലമെന്റിന്റെ ഏത് നിയമവും പോലെ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും സുപ്രീം കോടതിക്ക് പരിശോധിക്കാം. കേശവാനന്ദ ഭാരതി കേസിൽ സ്ഥാപിക്കപ്പെട്ട അടിസ്ഥാന ഘടനാ സിദ്ധാന്തം അഥവാ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇവിടെയും ബാധകമാണ്. ഫെഡറലിസം പോലുള്ള അടിസ്ഥാന തത്വങ്ങളെ തകർക്കുന്ന ഒരു നിയമം പാർലമെന്റിന് പാസാക്കാൻ സാധ്യമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നിയമവശങ്ങളും അതിന്റെ നടപടിക്രമങ്ങളും പരിധികളും ഒക്കെ സംസാരിച്ചു. ഇനി ഇതൊക്കെ വെറും തിയറിയാണോ, അതോ പ്രായോഗികമായി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ടോ? ആർട്ടിക്കിളുകൾ ഉപയോഗിച്ച് ആധുനിക ഇന്ത്യയുടെ മാപ്പ് എങ്ങനെയാണ് വരച്ചത്? പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ പറയാമോ? തീർച്ചയായും. ഏറ്റവും വലിയ ഉദാഹരണം 1986 സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ്. ഫസലലി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഭൂപടം ഭാഷാടിസ്ഥാനത്തിൽ മുഴുവനായി മാറ്റിവരച്ചത് ഈ അധികാരം ഉപയോഗിച്ചാണ്. പിന്നീട് നമ്മൾ കണ്ടു 2014 ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ നിയമത്തിലൂടെ തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചു. ഏറ്റവും ഒടുവിൽ 2019 ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമത്തിലൂടെ ആ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അതെ, ഓരോ പുനഃസംഘടനയ്ക്ക് പിന്നിലും വലിയ രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഭൂപടം എത്രത്തോളം ചലനാത്മകമാണെന്ന് വ്യക്തമാക്കുന്നു, അല്ലേ? അപ്പോ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നീ കാണുന്ന ഇന്ത്യയിലെത്തിയത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോലെ ഈ മാപ്പ് കല്ലിൽ കൊത്തിവെച്ച ഒന്നല്ല, മറിച്ച് ഭരണഘടന നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ശരിക്കും ജീവനുള്ള ഒന്നാണെന്നതിന് തെളിവാണിത്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒന്നാലോചിച്ചു നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാൻ നമ്മുടെ പാർലമെന്റിന് അധികാരമുണ്ടോ? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 3, 4 എന്നിവയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കാം. അപ്പോ നമുക്ക് നേരെ വിഷയത്തിന്റെ കാതലിലേക്ക് വരാം. ഒരു സംസ്ഥാനത്തെ ജനങ്ങളോ അവിടുത്തെ നിയമസഭയോ സമ്മതിച്ചില്ലെങ്കിൽ പോലും ആ സംസ്ഥാനത്തിന്റെ അതിരുകൾ മാറ്റാനോ എന്തിന് ആ സംസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാനോ ഇന്ത്യൻ പാർലമെന്റിന് സാധിക്കുമോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് കൃത്യമായി കാട്ടിത്തരാം. ഈ സങ്കീർണമായ വിഷയത്തെ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ച് സംസാരിക്കും, പിന്നെ ആർട്ടിക്കിൾ 3 എന്താണ് പറയുന്നതെന്ന് വിശദമായി നോക്കും. തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങളും പരിമിതികളും, പിന്നെ ആർട്ടിക്കിൾ 4 എന്ന നിയമപരമായ എഞ്ചിൻ, അവസാനം ഇന്ത്യൻ യൂണിയന്റെ തകർക്കാനാവാത്ത സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. നമ്മുടെ ഭരണഘടനയുടെ 1ാം ഭാഗം, അതായത് യൂണിയനും അതിന്റെ ഭൂപ്രദേശവും എന്ന ഭാഗം തന്നെ ഈ അധികാരത്തിന് അടിത്തറയിടുന്നുണ്ട്. ഭരണഘടന ഉണ്ടാക്കിയവർ വളരെ ആലോചിച്ച് തന്നെയാണ് രാജ്യത്തിന്റെ ഭരണപരമായ സൗകര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സംസ്ഥാനങ്ങളുടെ അതിരുകൾ മാറ്റാനുള്ള പരമാധികാരം പാർലമെന്റിന് നൽകിയത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഫെഡറൽ ഘടനയിൽ കേന്ദ്രത്തിനാണ് കൂടുതൽ ശക്തിയെന്ന്. ഇവിടെയാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറ്. ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3ഉം തമ്മിൽ. ഒന്ന് പുറത്തുനിന്നുള്ള പ്രദേശങ്ങളിൽ ചേർക്കുന്നതിനെ പറ്റിയാണ്, മറ്റൊന്ന് നിലവിലുള്ളവയെ പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും. അപ്പോ ഈ ആർട്ടിക്കിൾ 3ന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇഷാനെ.
ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമല്ലാതിരുന്ന പ്രദേശങ്ങളെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ചാണ്. ഉദാഹരണത്തിന് പോണ്ടിച്ചേരിയെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തതുപോലുള്ള സാഹചര്യങ്ങൾ. എന്നാൽ ആർട്ടിക്കിൾ 3 തികച്ചും ആഭ്യന്തരമാണ്. അതായത് ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനയുണ്ടാക്കിയതുപോലെ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ മാറ്റുക, പുതിയവ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പേര് മാറ്റുക, ഇതെല്ലാമാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്. അപ്പോ ആർട്ടിക്കിൾ 3 പാർലമെന്റിന് കൊടുക്കുന്ന ആ 5 പ്രധാന അധികാരങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? ഈ അധികാരങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ് ഇഷാനി. പാർലമെന്റിന് ഒരു സംസ്ഥാനത്തിന്റെ ഒരു ഭാഗം എടുത്തോ അല്ലെങ്കിൽ 2 അതിലധികമോ സംസ്ഥാനങ്ങൾ കൂട്ടിച്ചേർത്തോ ഒരു പുതിയ സംസ്ഥാനമുണ്ടാക്കാം. ഒരു സംസ്ഥാനത്തിന്റെ വിസ്തീർണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിർത്തികൾ മാറ്റിവരയ്ക്കാം. എന്തിന്? ഒരു സംസ്ഥാനത്തിന്റെ പേര് പോലും മാറ്റാനുള്ള അധികാരം ആർട്ടിക്കിൾ 3 പാർലമെന്റിന് നൽകുന്നുണ്ട്. ഇത് വളരെ ശക്തമായ ഒരു അധികാരമാണ്. അപ്പോ ഇത്രയും വലിയൊരു അധികാരം പാർലമെന്റിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ഭരണഘടനയിൽ എന്തെങ്കിലും സേഫ് ഗാർഡ്സ് വെച്ചിട്ടുണ്ടോ? ഒരു ബിൽ നിയമമായി മാറുന്നതിന് മുൻപ് എന്തൊക്കെ ഭരണപരമായ കടമ്പകൾ കടക്കണം? ഇതിന് കൃത്യമായി 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമതായി, ഇങ്ങനെയൊരു ബിൽ പാർലമെന്റിൽ കൊണ്ടുവരണമെങ്കിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ നിർബന്ധമാണ്. രണ്ടാമതായി, രാഷ്ട്രപതി ആ ബിൽ ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായത്തിനായി അയക്കണം. പക്ഷേ ഇവിടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനം നിശ്ചിത സമയത്തിനുള്ളിൽ എന്നഭിപ്രായം പറഞ്ഞാലും അത് കേവലം ഒരു അഭിപ്രായം മാത്രമാണ്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പാർലമെന്റിനുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയാണ് സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾക്കു മുകളിൽ എന്ന തത്വമാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. അതെ, അതാണ് ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ്. സംസ്ഥാനത്തിന്റെ അഭിപ്രായത്തിന് ഒരു നിയമപരമായ വിലയുമില്ല. ഇത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ പറ്റി എന്താണ് നമ്മളോട് പറയുന്നത്? അമേരിക്ക പോലുള്ളൊരു ക്ലാസിക് ഫെഡറേഷനിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഓക്കെ, അപ്പോ നമുക്കിനി ആർട്ടിക്കിൾ 4 വരാം. ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തി മാറ്റി ഇനി അതിന്റെ കൂടെ വരുന്ന നിയമപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് ആർട്ടിക്കിൾ 4 എളുപ്പമാക്കുന്നത്? ആദിത്യ, അതിനുള്ള ഉത്തരമാണ് ആർട്ടിക്കിൾ 4 നൽകുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, സംസ്ഥാന പുനർസംഘടനയ്ക്കുള്ള നിയമങ്ങൾ പാസാക്കാൻ പാർലമെന്റിൽ ഒരു സിമ്പിൾ മെജോറിറ്റി അഥവാ ലളിതമായ ഭൂരിപക്ഷം മതി. അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 50% അധികം പേർ പിന്തുണച്ചാൽ മാത്രം മതി. ഒരു ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ട വലിയ നടപടിക്രമങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെയാണ് നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ ഒരു ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. ആർട്ടിക്കിൾ 4(2) വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ആർട്ടിക്കിൾ 2(3) പ്രകാരമുള്ള നിയമങ്ങളെ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയായി കാണരുത് എന്ന്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഭരണപരമായ ആവശ്യങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ അതിരുകൾ മാറ്റുന്നത് ഒരു സങ്കീർണമായ പ്രക്രിയ ആവരുത് എന്ന്. ഇത് ഭരണഘടനയ്ക്ക് ഒരുതരം ഫ്ലെക്സിബിലിറ്റി നൽകുന്നു. അതുപോലെ ആർട്ടിക്കിൾ 4 ഒരു ഓൾ ഇൻ വൺ പാക്കേജ് പോലെയാണ്. അതായത് ഒരു പുതിയ സംസ്ഥാനം ഉണ്ടാക്കുമ്പോൾ 1-ാം ഷെഡ്യൂളിൽ അതിന്റെ പേര് ചേർക്കണം, 4-ാം ഷെഡ്യൂളിൽ രാജ്യസഭാ സീറ്റുകളുടെ കണക്ക് മാറ്റണം. ഇതൊന്നും ഓരോന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പുനഃസംഘടനാ നിയമം പാസാക്കുമ്പോൾ തന്നെ ഈ മാറ്റങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായി നടപ്പിലാകും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമുക്കെന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ പാർലമെന്റിന് ഇത്രയും വലിയ അധികാരമുള്ളപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായൊരു നിലനിൽപ്പുണ്ടോ? ഇവിടെയാണ് ഡോക്ടർ അംബേദ്കർ അടക്കമുള്ളവർ പറഞ്ഞ ആ ഒരു പ്രശസ്തമായ തത്വം വരുന്നത്. ഇന്ത്യ നശിപ്പിക്കാവുന്ന സംസ്ഥാനങ്ങളുടെ നശിപ്പിക്കാനാവാത്ത ഒരു യൂണിയനാണ്. ഇത് അമേരിക്കൻ മാതൃകയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവിടെ നശിപ്പിക്കാനാവാത്ത സംസ്ഥാനങ്ങളുടെ നശിപ്പിക്കാനാവാത്ത യൂണിയനാണ്. പക്ഷേ ഇന്ത്യയിലോ? യൂണിയൻ ശാശ്വതമാണ്. അതിൽ നിന്ന് ഒരു സംസ്ഥാനത്തിനും വിട്ടുപോകാൻ പറ്റില്ല. എന്നാൽ ഭരണപരമായ സൗകര്യത്തിനായി ആ സംസ്ഥാനങ്ങളെ പുനർനിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. ഇതൊന്ന് എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് ഒരു സിമ്പിൾ ഉദാഹരണം വെച്ച് പറയാമോ? തീർച്ചയായും. ഇന്ത്യൻ യൂണിയനെ ഒരു വലിയ കുടുംബവീടായി സങ്കൽപ്പിക്കുക. പാർലമെന്റ് ആ വീടിന്റെ കാരണവരാണ്. കാരണവർക്ക് ആ വീടിനകത്തെ മുറികൾ, അതായത് സംസ്ഥാനങ്ങൾ, സൗകര്യത്തിനനുസരിച്ച് പുനഃക്രമീകരിക്കാം. എന്നാൽ ഒരു മുറിക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. കാരണം ആ വീട്, ആ യൂണിയൻ തകർക്കാനാവാത്ത ഒന്നാണ്. ഈ പറഞ്ഞ നിയമപരമായ കാര്യങ്ങൾക്ക് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ പരിചിതമായ 2 ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് 2014 തെലങ്കാന രൂപീകരിച്ചത്, 2 2019 ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത്. ഇവ രണ്ടും ആർട്ടിക്കിൾ 3ന്റെ അധികാരം എത്രത്തോളം വലുതാണെന്ന് കാണിച്ചു തരുന്ന ഉദാഹരണങ്ങളാണ്. ഈ ഒരു ഡീപ് ഡൈവിന്റെ അവസാനം
ഒരു ഉദ്യോഗാർത്ഥി ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, ആ ഒരു കീ ടേക്ക് എന്തായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടന ഒരേ സമയം എത്രത്തോളം ദൃഢവും എന്നാൽ എത്രത്തോളം ഫ്ലെക്സിബിളുമാണ് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ആർട്ടിക്കിളുകൾ. രാജ്യത്തിന്റെ അഖണ്ഡത എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, അത് വളരെ ദൃഢമാണ്. എന്നാൽ മാറുന്ന കാലത്തിനനുസരിച്ച് ഭരണപരമായ മാറ്റങ്ങൾ വരുത്താൻ അതിന് വഴക്കവുമുണ്ട്. ഇതൊരു ജീവിക്കുന്ന ഭരണഘടനയുടെ ഏറ്റവും നല്ല ലക്ഷണം കൂടിയാണ്. അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. സംസ്ഥാനങ്ങളെ മാറ്റിവരയ്ക്കാനുള്ള കേന്ദ്ര പാർലമെന്റിന്റെ ഈ അധികാരം ഇന്ത്യയിലെ ഫെഡറലിസത്തെയും പ്രാദേശിക സ്വത്വത്തെയും കുറിച്ചുള്ള ഇന്നത്തെ ചർച്ചകളെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ചിന്തിക്കുക. നമസ്കാരം. ഒരു രാജ്യത്തിന്റെ ഭൂപടം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിലും കൗതുകകരമായ ചോദ്യം, അതെങ്ങനെയാണ് മാറ്റിവരയ്ക്കാൻ സാധിക്കുന്നത്? ഒരു ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിന്റെ അതിരുകൾ എങ്ങനെ മാറുന്നു? ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു രാജ്യത്തിന്റെ അതിർത്തികൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതിനേക്കാൾ പ്രധാനമായി, ഒരിക്കൽ വരച്ചു കഴിഞ്ഞ ആ അതിരുകൾ മാറ്റിയെഴുതാൻ നിയമപരമായി എന്തൊക്കെ വഴികളുണ്ട്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനം 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം അതിരുകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നോക്കും. പിന്നെ ഏകീകരണത്തിലെ വെല്ലുവിളികൾ, അതിർത്തികൾ മാറ്റിവരയ്ക്കേണ്ടി വന്ന സാഹചര്യം, അതിലെ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ, ഒടുവിൽ 100ാം ഭേദഗതിയിലൂടെ എങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു എന്നും നമ്മൾ കാണും. നമുക്ക് നേരെ 1947ലേക്ക് ഒന്നു പോകാം. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ മുന്നിൽ ഒരേ സമയം 2 വലിയ ദൗത്യങ്ങളാണുണ്ടായിരുന്നത്. ഒന്ന്, രാജ്യത്തിനകത്ത് ചിതറിക്കിടക്കുന്ന 100 കണക്കിന് നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കുക. 2, രാജ്യത്തിന്റെ പുറമേയുള്ള അതിർത്തികൾ കൃത്യമായി വരച്ചുറപ്പിക്കുക. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ട വലിയൊരു വെല്ലുവിളിയായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ പ്രധാനമായും 2 തരം ഭരണപ്രദേശങ്ങളുണ്ടായിരുന്നുവെന്ന് പറയാം. ഒന്ന്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് പ്രവിശ്യകൾ. അവ സ്വാഭാവികമായും ഇന്ത്യയുടെ ഭാഗമായി മാറി. എന്നാൽ രണ്ടാമത്തെ വിഭാഗം, നാട്ടുരാജ്യങ്ങൾ, കുറച്ചുകൂടി സങ്കീർണമായിരുന്നു. അവർക്ക് സ്വന്തമായി രാജാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് 3 ഓപ്ഷനുകളാണ് കൊടുത്തത്. ഒന്നുകിൽ ഇന്ത്യയിൽ ചേരുക, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ, അതുമല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുക. ഈയൊരു ഓപ്ഷൻ ഏകീകരണ പ്രക്രിയയെ വല്ലാതെ സങ്കീർണമാക്കി. ഈ നാട്ടുരാജ്യങ്ങളെയെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുക എന്നത് ശരിക്കും ഒരു ഹിമാലയൻ ടാസ്കായിരുന്നു. ആ ഒരു വലിയ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത് മറ്റാരുമായിരുന്നില്ല, സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. സർദാർ പട്ടേലിന്റെ ഈ ദൗത്യത്തെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ഉപമയുണ്ട്. ചിതറിക്കിടക്കുന്ന മുത്തുകൾ ഒരുമിച്ച് കോർത്ത് ഭംഗിയുള്ളൊരൊറ്റ മാലയാക്കി മാറ്റുന്നതുപോലെ. ഓരോ നാട്ടുരാജ്യവും ഓരോ മുത്തുകളായിരുന്നു. അവയെല്ലാം ചേർത്ത് ഇന്ത്യ എന്നൊരൊറ്റ മാലയുണ്ടാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോ ഈ വെല്ലുവിളിയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നറിയാമോ? നോക്കൂ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിലുണ്ടായിരുന്നത് 1ഓ 2ഓ അല്ല, 552 നാട്ടുരാജ്യങ്ങളാണ്. ഇവയോരോന്നിനെയും അനുനയിപ്പിച്ച് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കണമായിരുന്നു. ആ ദൗത്യം ഒരു ഗംഭീര വിജയമായിരുന്നു എന്ന് തന്നെ പറയാം. 1947 ഓഗസ്റ്റ് 15 ആയപ്പോഴേക്കും 552ൽ 549 രാജ്യങ്ങളും ഇന്ത്യയിൽ ചേരാൻ സമ്മതിച്ചു. പക്ഷേ ഒരു ചെറിയ പക്ഷേ അവിടെ ബാക്കിയുണ്ടായിരുന്നു. ആ ബാക്കിയുള്ള 3 എണ്ണത്തിന്റെ കാര്യം ഒരു വലിയ തലവേദനയായി മാറി. ഈ 3 രാജ്യങ്ങൾ, ഹൈദരാബാദ്, ജുനഗഡ്, കശ്മീർ, തുടക്കത്തിൽ ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ചവരാണ്. ഇവരെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ ഉപയോഗിച്ച നിയമപരവും രാഷ്ട്രീയപരവുമായ മാർഗങ്ങൾ ഓരോന്നിനും ഓരോന്നായിരുന്നു, അല്ലേ? ആ മാർഗങ്ങളെക്കുറിച്ച് നമുക്കൊരു ഡീപ്പ് ലേഡ് റിവ്യൂ തരാമോ? തീർച്ചയായും ഇഷാനി. ഓരോ കേസും നിയമപരമായി വ്യത്യസ്തമായിരുന്നു. ഹൈദരാബാദിന്റെ കാര്യമെടുത്താൽ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ മുൻനിർത്തി ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ ഒരു പോലീസ് നടപടിയാണ് വേണ്ടിവന്നത്. എന്നാൽ ജുനഗഡിൽ അവിടത്തെ നവാബ് പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ ജനഹിതം മാനിച്ചുകൊണ്ട് ഒരു ഹിതപരിശോധന അഥവാ പ്ലെബിസൈറ്റ് നടത്തി. കശ്മീരിന്റെ കാര്യത്തിൽ പാകിസ്ഥാന്റെ ആക്രമണത്തെ തുടർന്ന് മഹാരാജ ഹരിസിംഗ് ഒപ്പുവെച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്ന നിയമപരമായ ലയന ഉടമ്പടിയാണ് ഇന്ത്യയുടെ ഭാഗമാകാൻ അടിസ്ഥാനമായത്. ഓരോന്നിനും അതിൻ്റേതായ നിയമപരമായ തന്ത്രങ്ങൾ ആവശ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ രാജ്യത്തിനകത്തെ ഏകീകരണം ഏറെക്കുറെ പൂർത്തിയായി. ഇനി നമുക്ക് രാജ്യത്തിന്റെ പുറമേയുള്ള അതിരുകളിലേക്ക് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ചും അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനുമായി, അതായത് ഇന്നത്തെ ബംഗ്ലാദേശുമായി വർഷങ്ങളോളം പരിഹരിക്കപ്പെടാതെ കിടന്ന അതിർത്തി തർക്കങ്ങളിലേക്ക്. ഈ അതിർത്തി തർക്കത്തിന് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ചരിത്രമുണ്ട്. 1947ലെ റാഡ്ക്ലിഫ് അവാർഡിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണിവ. ഇത് പരിഹരിക്കാനുള്ള പല ശ്രമങ്ങളുടെയും ഭാഗമായിട്ടാണ് 1958ൽ നെഹ്റു നൂൺ കരാർ ഒപ്പുവെക്കുന്നത്.
എന്നാൽ ഈ കരാർ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതൊരു വലിയ ഭരണഘടനാപരമായ ചോദ്യമുയർത്തി. ആ ചോദ്യം നേരെ ചെന്നെത്തിയത് സുപ്രീം കോടതിയുടെ മുന്നിലാണ്. എന്തായിരുന്നു ആ ഭരണഘടനാപരമായ പ്രശ്നം? നെഹ്റു നൂൺ കരാർ നടപ്പാക്കുന്നതിൽ സർക്കാരിനെ നേരിടേണ്ടി വന്ന നിയമപരമായ തടസ്സം എന്തായിരുന്നു? അതിലേക്കൊന്ന് സൂമിൻ ചെയ്യാമോ? തീർച്ചയായും നിയമപരമായ ചോദ്യം വളരെ ലളിതമായിരുന്നു. പാർലമെന്റിന് ഒരു സാധാരണ നിയമം പാസാക്കി ഇന്ത്യയുടെ ഒരു ഭാഗം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ അധികാരമുണ്ടോ? 1960-ലെ ഇൻ റേ ബേരുബാരി യൂണിയൻ കേസിൽ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം സുപ്രീംകോടതി നൽകിയ ഉപദേശത്തിൽ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകി. കോടതി പറഞ്ഞതിതാണ്: രാജ്യത്തിന്റെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വെറുമൊരു നിയമനിർമ്മാണം പോരാ, ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 3 ആർട്ടിക്കിൾ 368 തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ആർട്ടിക്കിൾ 3 പാർലമെന്റിന് ഇന്ത്യയുടെ ഉള്ളിലുള്ള സംസ്ഥാനങ്ങളുടെ അതിരുകൾ മാറ്റാനും പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാനുമുള്ള അധികാരം നൽകുന്നു. ഇതിന് പാർലമെന്റിൽ ഒരു സിമ്പിൾ മെജോറിറ്റി മതി. എന്നാൽ ഇന്ത്യയുടെ ഭൂപ്രദേശം ഒരു വിദേശ രാജ്യത്തിന് കൈമാറുമ്പോൾ അത് രാജ്യത്തിന്റെ പുറമേയുള്ള അതിരുകളെയാണ് മാറ്റുന്നത്. അതുകൊണ്ടുതന്നെ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഒരു ഭരണഘടനാ ഭേദഗതി തന്നെ ഇതിനാവശ്യമാണെന്ന് സുപ്രീംകോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കി. സുപ്രീംകോടതിയുടെ ഈ വിധി വന്ന ഉടനെ 1960-ല് 9ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. ബേരുബാരി യൂണിയൻ പാകിസ്ഥാന് കൈമാറുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ പല നിയമപരവും രാഷ്ട്രീയപരവുമായ തടസ്സങ്ങൾ കാരണം ആ കരാർ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇത് പതിറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു ഭേദഗതിയിലേക്ക് നയിച്ചു. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. 1960-ൽ സുപ്രീംകോടതി ഉണ്ടാക്കിവെച്ച ആ നിയമപരമായ ചട്ടക്കൂട് ഉപയോഗിച്ചുകൊണ്ട് 2015-ൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ടായി. അതെ, അതാണ് 100ാം ഭരണഘടനാ ഭേദഗതി നിയമം. 2015-ൽ പാസാക്കിയ ഈ ഭേദഗതിയുടെ നിയമപരമായ ലക്ഷ്യം 1974-ലെ ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റും 2011-ൽ അതിന്മേലൊപ്പുവച്ച പ്രോട്ടോക്കോളും നടപ്പിലാക്കുക എന്നതായിരുന്നു. ഇതിലൂടെ വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്ന എൻക്ലേവുകളുടെ കൈമാറ്റമെന്ന വലിയ കടമ്പയാണ് മറികടന്നത്. ഈ കൈമാറ്റം എത്രത്തോളം വലുതായിരുന്നു എന്ന് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാകും. ഇന്ത്യ 111 എൻക്ലേവുകൾ ബംഗ്ലാദേശിനും ബംഗ്ലാദേശ് 51 എൻക്ലേവുകൾ ഇന്ത്യയ്ക്കും കൈമാറി. ഇതൊരു വിട്ടുവീഴ്ചയായി കാണരുത്, മറിച്ചൊരു പരസ്പര ധാരണയായിരുന്നു. 2 അയൽക്കാർ അവരുടെ പറമ്പിന്റെ അതിരിലെ തർക്കം തീർക്കാൻ ചില ഭാഗങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കൊടുത്ത് ഒരു പുതിയ മതിൽ കെട്ടുന്നതുപോലെ ലളിതമായ ഒരു പരിഹാരം. നിയമപരമായി പറഞ്ഞാൽ ഈ ഭേദഗതി ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളുടെ അതിർത്തികളെയാണ് നേരിട്ട് ബാധിച്ചത്: അസം, പശ്ചിമ ബംഗാൾ, മേഘാലയ, പിന്നെ ത്രിപുര. ഇതിന്റെ ഫലമായി ഈ സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള ഭരണഘടനയുടെ 1ാം ഷെഡ്യൂളിലെ, അതായത് ഫസ്റ്റ് ഷെഡ്യൂളിലെ വ്യവസ്ഥകളിലും മാറ്റം വരുത്തേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഒരു രാജ്യത്തിന്റെ ഭൂപടമെന്നത് കല്ലിൽ കൊത്തിവെച്ച ഒന്നല്ല, അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത് മാറ്റിയെഴുതാൻ സാധിക്കും. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അതിരുകൾക്ക് പോലും മാറ്റം വരാമെങ്കിൽ പിന്നെ എന്താണ് ഒരു രാജ്യത്തെ യഥാർത്ഥത്തിൽ ശാശ്വതമായി നിലനിർത്തുന്നത്? ഈയൊരു ചിന്തയോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. നമസ്കാരം. ഇന്ത്യയുടെ ഇന്നത്തെ മാപ്പ്, നമ്മൾ ഈ കാണുന്ന സംസ്ഥാനങ്ങൾ, ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഇത് വെറുതെ കുറെ അതിർത്തികൾ വരച്ചതിന്റെ കഥയല്ല, മറിച്ച് ആശയങ്ങൾ തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിൽ നിന്ന് നമ്മുടെ രാജ്യം എങ്ങനെ പുനർരൂപകൽപ്പന ചെയ്യപ്പെട്ടു എന്നതിന്റെ കഥയാണ്. നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. ആദിത്യ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആ പഴയ ഭൂപടം എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്നതുപോലെ ഈ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമൊക്കെയായി മാറിയത്? ഇതിനു പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നോർത്തു നോക്കൂ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1 വർഷം പോലുമായിട്ടില്ല. രാജ്യം വിഭജനത്തിന്റെ മുറിവുകളിൽ നിന്ന് പതിയെ കരകയറി വരുന്നതേയുള്ളൂ. ആ ഒരു സമയത്താണ് രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഒരു പുതിയ ആവശ്യം അല്ലെങ്കിൽ ഒരു പുതിയ തർക്കം ഉയർന്നു വരുന്നത്. പ്രാദേശികമായ സ്വത്വങ്ങൾ കൂടുതൽ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഈ ആവശ്യം ശക്തമായത്. ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണം, അതായിരുന്നു പ്രധാന ആവശ്യം. പക്ഷേ അന്നത്തെ സർക്കാരിന് ഇതൊരു വലിയ തലവേദനയായിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഇന്ത്യയുടെ ആ ഐക്യമില്ലേ, അത് ഭാഷയുടെ പേരിൽ വീണ്ടും വിഭജിക്കപ്പെട്ടാൽ തകർന്നു പോകുമോ എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പേടി. ഈ പ്രശ്നം പഠിക്കാൻ വേണ്ടി സർക്കാർ 2 പ്രധാനപ്പെട്ട കമ്മിറ്റികളെ നിയമിച്ചു. ആദ്യം ധാർ കമ്മീഷൻ, പിന്നെ JVP കമ്മിറ്റി. രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണ്ട എന്ന്. എന്തായിരുന്നു ഈയൊരു എതിർപ്പിന് പിന്നിലെ ആ ഒരു ലീഗൽ റീസണിംഗ്
എന്തെങ്കിലും ഒരു പ്രത്യേക ഡോക്ട്രിൻ അല്ലെങ്കിൽ തത്വം അവർ മുന്നോട്ട് വെച്ചിരുന്നോ? തീർച്ചയായും നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആ ചർച്ചകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത് വളരെ വ്യക്തമാകും. അന്നത്തെ നേതാക്കളുടെ ഏറ്റവും വലിയ കൺസേൺ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയുമായിരുന്നു. വിഭജനത്തിന്റെ ആ ഒരു ഭീകരമായ ഓർമ്മകൾ അപ്പോഴും മനസ്സിലുണ്ട്. അപ്പോ ഭാഷയുടെ പേരിൽ വീണ്ടും രാജ്യത്തെ കീറിമുറിക്കുന്നത് കൂടുതൽ വിഘടനവാദത്തിലേക്ക് നയിക്കുമോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഊന്നൽ കൊടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്ന തത്വത്തിനാണ്. അതായത് ശക്തമായൊരു കേന്ദ്ര സർക്കാരും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളും. അതായിരുന്നു ലക്ഷ്യം. അതെ, ഇതാണ് ആ ഡോക്ട്രിൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ അവർ നോക്കിയിരുന്നത് പ്രധാനമായും ഇതൊക്കെയാണ്. ആ സംസ്ഥാനത്തിന് സാമ്പത്തികമായി നിലനിൽക്കാൻ പറ്റുമോ? അവിടെ നിയമവാഴ്ച ഉറപ്പാക്കാൻ സാധിക്കുമോ? കേന്ദ്രവുമായി ചേർന്ന് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുമോ? ഇതൊക്കെയായിരുന്നു മാനദണ്ഡങ്ങൾ. ജനങ്ങളുടെ ഭാഷാപരമായ വികാരങ്ങൾക്ക് അന്നൊരു നിയമപരമായ പരിഗണന കൊടുത്തിരുന്നില്ല. അതൊരു രാഷ്ട്രീയ ആവശ്യമായി മാത്രമാണ് അവർ കണ്ടത്. ധാർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ വലിയ ജനരോഷമുണ്ടായപ്പോഴാണ് ഈ JVP കമ്മിറ്റിയെ വെക്കുന്നത്. പേരിലുള്ളതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ, അതായത് രാജ്യത്തെ ഏറ്റവും തലപ്പത്തുള്ള നേതാക്കൾ തന്നെ. അവരും ഈ ഭാഷാവാദം തള്ളിക്കളഞ്ഞതോടുകൂടി ആ വിഷയത്തിന് താൽക്കാലികമായി ഒരു നിയമപരമായ അന്ത്യം കുറിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ഐക്യമാണ് ഏറ്റവും പ്രധാനം. അതായിരുന്നു അവരുടെ ഉറച്ച നിലപാട്. അപ്പോ സർക്കാർ ഔദ്യോഗികമായി ഈ ആവശ്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പക്ഷേ ജനകീയ മുന്നേറ്റങ്ങളെ നിയമം കൊണ്ട് മാത്രം എപ്പോഴും തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ. ആ പ്രതിഷേധം ഒരു വലിയ ദുരന്തത്തിലേക്കാണ് രാജ്യത്തെ നയിച്ചത്. അങ്ങനെയാണ് പോറ്റി ശ്രീരാമലു എന്ന ഗാന്ധിയൻ നേതാവ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ഒരു സംസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം തുടങ്ങുന്നത്. 56 ദിവസത്തിനു ശേഷം അദ്ദേഹം മരണപ്പെട്ടു. അതൊരു കൊടുങ്കാറ്റുപോലെ ആളിപ്പടർന്നു. വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. ക്രമസമാധാന നില ആകെ തകർന്നു. സർക്കാരിനുമേൽ വലിയ സമ്മർദ്ദമായി. ഇനി ജനങ്ങളുടെ ആവശ്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു. അങ്ങനെ സർക്കാർ തങ്ങളുടെ പഴയ നിലപാടിൽ നിന്ന് പൂർണ്ണമായി പിന്നോട്ടുപോയി. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സംസ്ഥാനം ആന്ധ്ര യാഥാർത്ഥ്യമായി. ആന്ധ്രയുടെ രൂപീകരണം ഒരു തുടക്കം മാത്രമായിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതേ ആവശ്യം വീണ്ടും ശക്തിപ്പെട്ടു. ഇതോടെ ഈ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണണം എന്ന് സർക്കാരിന് മനസ്സിലായി. അതിനുവേണ്ടിയാണ് ഫസലലിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിക്കുന്നത്. അങ്ങനെ 1953 ഡിസംബറിൽ ഈ കമ്മീഷൻ വന്നു. കമ്മീഷൻ എങ്ങനെയാണ് മുൻപുള്ള കമ്മിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായത്? എന്തായിരുന്നു അവരുടെ ഒരു ലീഗൽ അപ്രോച്ച്? അതെ, അതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ഭാഷയെ ഒരു പ്രധാന ഘടകമായി അംഗീകരിക്കുമോ അതോ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? ഇല്ല, അതൊരു വലിയ ഇല്ലയായിരുന്നു. ആ ഒരു പോയിന്റാണ് ഫസലലി കമ്മീഷനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. അവർ ഭാഷയെ പുനഃസംഘടനയുടെ ഒരു പ്രധാന ഘടകമായി അംഗീകരിച്ചു, ശരിയാണ്. പക്ഷേ ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന ആ ഒരു കർക്കശമായ നിയമത്തെ അവർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. കാരണം അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു, ഇന്ത്യ പോലെ ഒരുപാട് ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ഒരു രാജ്യത്ത് അങ്ങനെയൊരു നിയമം കൊണ്ടുവന്നാൽ അത് പുതിയ ഭാഷാ ന്യൂനപക്ഷങ്ങളെ ഉണ്ടാക്കും, അത് രാജ്യത്തിന്റെ ഐക്യത്തിന് ദോഷം ചെയ്യുമെന്ന്. പകരം അവർ മുന്നോട്ട് വെച്ചത് ഈ 4 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സന്തുലിതമായ ഫോർമുലയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു ലിസ്റ്റ് മാത്രമല്ല, ഇതിനൊരു ഓർഡറുണ്ട്. ഏറ്റവും പ്രധാനം, ഒന്നാമത്തേത് രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയുമാണ്. ആ ഒരു കടമ്പ കടന്നാൽ മാത്രമേ രണ്ടാമത്തെ ഘടകമായ ഭാഷയും സംസ്കാരവും പരിഗണിക്കാൻ പാടുള്ളൂ. അതിനുശേഷമാണ് സാമ്പത്തിക കാര്യങ്ങളും ഭരണപരമായ സൗകര്യവും ജനക്ഷേമവുമൊക്കെ വരുന്നത്. ഇതൊരു സമഗ്രമായ ഭരണഘടനാപരമായ ഫോർമുലയായിരുന്നു. അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു, ഇനിയത് നിയമമാക്കി മാറ്റണം. ഈ ശുപാർശകൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭൂപടത്തെയും നമ്മുടെ ഭരണഘടനയെ തന്നെയും മാറ്റിവരച്ചത് എന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ട് കിട്ടി 1 വർഷത്തിനുള്ളിൽ തന്നെ സർക്കാർ വളരെ വേഗത്തിൽ നടപടികളെടുത്തു. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. അതോടൊപ്പം ഒരു ഭരണഘടനാ ഭേദഗതിയും കൊണ്ടുവന്നു. 7ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രാധാന്യം എന്തായിരുന്നു? നമുക്കതിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? നിയമപരമായി ഇതൊരു വലിയ ക്ലീനപ്പ് ഓപ്പറേഷനായിരുന്നു എന്ന് തന്നെ പറയാം. 7ാം ഭേദഗതിക്ക് മുൻപ് നമ്മുടെ ഭരണഘടനയിൽ 4 തരം സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. പാർട്ട് എ, ബി, സി, ഡി എന്നിങ്ങനെ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമൊക്കെയുള്ള പലതരം പ്രവിശ്യകളായിരുന്നു ഇത്. ഭരണപരമായത് വളരെ സങ്കീർണവും പല അസമത്വങ്ങളുള്ളതുമായ ഒരു സംവിധാനമായിരുന്നു. 7ാം ഭേദഗതിയിലൂടെ ഈ 4 തരംതിരിവുകളും പൂർണ്ണമായി എടുത്തുകളഞ്ഞു. എന്നിട്ട് ആകെ 2 വിഭാഗങ്ങൾ മാത്രമാക്കി: സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇതോടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭരണഘടനാപരമായി ഒരേ പദവി ലഭിച്ചു.
അങ്ങനെ 1956 നവംബർ 1 ഈ പുതിയ നിയമത്തിന്റെയും ഭേദഗതിയുടെയും അടിസ്ഥാനത്തിൽ 14 പുതിയ സംസ്ഥാനങ്ങളും അതോടൊപ്പം 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഇതോടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ഇന്ത്യയുടെ ഭരണപരമായ ഭൂപടത്തിന് ഒരു വ്യക്തമായ രൂപം കിട്ടുന്നത്. അതെ, നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണതല്ലേ? ഈ പുനഃസംഘടനയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണം. അതുവരെ പലതായി ചിതറിക്കിടന്ന മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഒരുമിച്ചൊരു ഭരണ സംവിധാനത്തിന് കീഴിൽ വന്നത് അന്നാണ്. 60 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ തെലങ്കാന പോലുള്ള പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് കണ്ടു. ഇപ്പോഴും പലയിടത്തുനിന്നും പുതിയ സംസ്ഥാനങ്ങൾക്കായുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സലലി കമ്മീഷൻ മുന്നോട്ടുവെച്ച 4 തത്വങ്ങളില്ലേ, ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ അതിനെന്തു പ്രസക്തിയാണുള്ളത്? അതൊരു വളരെ നിർണായകമായ ചോദ്യമാണ് ഷാനി. നിയമപരമായി നോക്കിയാൽ രാജ്യത്തിന്റെ ഐക്യം, സാമ്പത്തിക ഭദ്രത, ജനക്ഷേമം തുടങ്ങിയ ആ അടിസ്ഥാന തത്വങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് ഐക്യം എന്നതിന്റെയും ക്ഷേമം എന്നതിന്റെയുമൊക്കെ വ്യാഖ്യാനങ്ങൾ മാറുമോ? അതാണ് നമ്മൾ കാണേണ്ടത്. തീർച്ചയായും. ആ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക. നമസ്കാരം. 1950-ലെ ഇന്ത്യയുടെ ഭൂപടം കണ്ടിട്ടുണ്ടോ? അതൊരു വലിയ ചിതറിക്കിടക്കുന്ന ഒരു ജിഗ്സോ പസിൽ പോലെയായിരുന്നു. അപ്പോൾ ആ സങ്കീർണമായ ഭൂപടത്തിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന നമുക്ക് പരിചിതമായ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ ആ യാത്രയുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഈശാനെ, നമുക്കിവിടെ തന്നെ തുടങ്ങാം അല്ലേ? ഈ കാണുന്ന ഭൂപടം ഇത് 1950-ലെ ഇന്ത്യയാണ്. നോക്കൂ, പാർട്ട് എ, ബി, സി, ഡി എന്നൊക്കെ പറഞ്ഞ 4 തരം സംസ്ഥാനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിലാകെ കൺഫ്യൂഷനാണ്. എന്തായിരുന്നു ഇത്? എന്തിനായിരുന്നു ഇങ്ങനൊരു വിഭജനം? കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ കഥ തുടങ്ങുന്നത് ഈ ഒരു സങ്കീർണമായ പസിലിൽ നിന്നാണ്. ഇത് നമുക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൈതൃകമായി കിട്ടിയൊരു സംവിധാനമായിരുന്നു. വളരെ സങ്കീർണമായിരുന്നു അത്. ഈ കാണുന്ന പട്ടിക നോക്കിയാൽ മനസ്സിലാകും, പാർട്ട് എ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഗവർണർമാരുടെ കീഴിലുണ്ടായിരുന്ന പഴയ ബ്രിട്ടീഷ് പ്രവിശ്യകളാണ്. പിന്നെ പാർട്ട് ബി, സി എന്നിവ നാട്ടുരാജ്യങ്ങളായിരുന്നു. അവയുടെയൊക്കെ വലിപ്പവും പ്രാധാന്യവും അനുസരിച്ചാണ് ഇങ്ങനെ തരംതിരിച്ചിരുന്നത്. പാർട്ട് ഡി എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ പോലെയുള്ള കേന്ദ്ര ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളും. ഇതൊരു സ്ഥിരം സംവിധാനമായിരുന്നില്ല, ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു സങ്കീർണമായ പസിൽ നേരെയാക്കാൻ, അല്ലെങ്കിൽ ഈ ഭൂപടമൊന്ന് ചിട്ടപ്പെടുത്താൻ നമ്മുടെ ഭരണഘടനാ ശില്പികൾ എന്തെല്ലാം ടൂൾസാണ് പാർലമെന്റിന് നൽകിയത്? ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള ആ ഭരണഘടനാപരമായ താക്കോൽ എന്തായിരുന്നു? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഭരണഘടനയുടെ ആദ്യ ഭാഗത്ത് തന്നെയുണ്ട്. ഇതാ ഈ സ്ലൈഡിൽ കാണുന്ന ആർട്ടിക്കിളുകൾ 1, 2, 3, പിന്നെ 4. ഇതിനെ നമുക്ക് ശരിക്കും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുടെ ഒരു മാസ്റ്റർ കീ എന്ന് തന്നെ വിളിക്കാം. യൂണിയനും അതിന്റെ ഭൂപ്രദേശവും എന്താണെന്നും പുതിയ സംസ്ഥാനങ്ങളെ എങ്ങനെ ചേർക്കാമെന്നും നിലവിലുള്ളവയെ എങ്ങനെ പുനഃക്രമീകരിക്കാമെന്നും ഒക്കെ വ്യക്തമാക്കുന്നത് ഈ ആർട്ടിക്കിളുകളാണ്. നമുക്ക് ഈ ആർട്ടിക്കിൾ 3ലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. അതിൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. പാർലമെന്റിന് നിയമപ്രകാരം ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാം. ഒരു സംസ്ഥാനത്തിന്റെ പ്രദേശം വർദ്ധിപ്പിക്കാം, കുറയ്ക്കാം, അതിരുകൾ മാറ്റാം, പേര് മാറ്റാം. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് പാർലമെന്റിന് ഏതാണ്ട് പരിധിയില്ലാത്തൊരു അധികാരം കൊടുക്കുന്നത് പോലെ. നിരീക്ഷണം വളരെ ശരിയാണ്. ആ വാക്കുകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ അഭിപ്രായം വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ അവരുടെ അനുവാദം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പാർലമെന്റിന് ഏകപക്ഷീയമായി തന്നെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സത്യത്തിൽ ഇതാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ അമേരിക്കൻ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി ഇതിലെ ഏറ്റവും നിർണായകമായ നിയമവശത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു ഒഴിവാക്കൽ. അതാണ് ആർട്ടിക്കിൾ 4. ഇതനുസരിച്ച് ആർട്ടിക്കിൾ 2, 3 എന്നിവ പ്രകാരം സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയായി പരിഗണിക്കില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. പാർലമെന്റിന് ഒരു സാധാരണ നിയമം പാസാക്കുന്നത് പോലെ, അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ കേവല ഭൂരിപക്ഷത്തോടെ ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ കഴിയും. അതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള സങ്കീർണമായ പ്രത്യേക ഭൂരിപക്ഷമൊന്നും ആവശ്യമില്ല. ശരിയാണ്, ഈയൊരു അധികാരം ഉപയോഗിക്കാൻ പെട്ടെന്ന് തന്നെ ഒരു വലിയ ആവശ്യവും വന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നു. ഇതാണ് പിന്നീട് ഇന്ത്യയുടെ ഭൂപടത്തിലെ ആദ്യത്തെ വലിയ മാറ്റത്തിനു കാരണമായത്. അതാണ് 1956-ലെ സംസ്ഥാന പുനഃസംഘടനാ നിയമം. ഈ 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. 1950-ലെ ആ സങ്കീർണമായ ABCD സിസ്റ്റം, പിന്നെ 1956-ലെത്തിയപ്പോഴേക്കും കാര്യങ്ങൾ എത്രമാത്രം ലളിതവും വ്യക്തവുമായി എന്ന് കാണാം. വളരെ ശരിയാണ്. ആ 4 തരം വിഭജനവും ഇല്ലാതായി.
പകരം സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിങ്ങനെ വെറും 2 കാറ്റഗറി മാത്രമായി മാറി. ഇത് ഭരണപരമായ കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഒരുപാട് സഹായിച്ചു. അപ്പോൾ 1956 ആ വലിയ പുനഃസംഘടനയുടെ ഫലം എന്തായിരുന്നു എന്ന് കൃത്യമായ കണക്കുകളിൽ പറഞ്ഞാൽ ഇതായിരുന്നു: 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിന് ഒരു അടിത്തറയിട്ടത് ഈ നിയമമാണ്. ഈ പുനഃസംഘടനയുടെ ലോജിക് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അന്ന് നിലവിലുണ്ടായിരുന്ന തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനവും മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയും ചേർത്താണ് മലയാളം സംസാരിക്കുന്നവർക്കായി നമ്മുടെ കേരളം രൂപീകരിച്ചത്. അതുപോലെ തന്നെ തെലുങ്കു സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഒരുമിപ്പിച്ച് ആന്ധ്രാപ്രദേശുണ്ടായി. അപ്പോൾ ഓരോ മാറ്റത്തിനു പിന്നിലും വ്യക്തമായ ഭാഷാപരവും ഭരണപരവുമായ കാരണങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും 1956 ഒരു വലിയ മാറ്റം തന്നെയായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കുന്ന ആ പ്രക്രിയ അവിടെ തീർന്നില്ല. സത്യത്തിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. അതെ, ഈ ടൈം ലൈൻ നോക്കിയാലേ അത് വ്യക്തമാകും. 1960-ൽ ഭാഷാടിസ്ഥാനത്തിൽ ബോംബെ സംസ്ഥാനം വിഭജിച്ച് മഹാരാഷ്ട്രയും ഗുജറാത്തുമുണ്ടായി. 1966-ൽ പഞ്ചാബിൽ നിന്ന് ഹിന്ദി സംസാരിക്കുന്നവർക്കായി ഹരിയാന രൂപീകരിച്ചു. പിന്നെ 1971-ൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തനിമയും സംസ്കാരവും സംരക്ഷിക്കാൻ പുതിയ സംസ്ഥാനങ്ങൾ വന്നു. 2000-ൽ വികസനവും ഭരണപരമായ സൗകര്യവും മുൻനിർത്തി ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഝാർഖണ്ഡ് എന്നിവ രൂപീകരിച്ചു. ഏറ്റവും പുതിയ ഉദാഹരണങ്ങൾ നോക്കിയാൽ 2014-ൽ തെലങ്കാനയും 2019-ൽ ജമ്മുകാശ്മീരിന്റെ പുനഃസംഘടനയും നടന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 കാലാകാലങ്ങളിൽ എത്രത്തോളം സജീവമായി ഉപയോഗിക്കപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇത്രയും നേരം സംസാരിച്ച പാർലമെന്റിന്റെ ഈ വലിയ അധികാരത്തിന് പിന്നിലുള്ള അടിസ്ഥാനപരമായ ഭരണഘടനാ തത്വം, ആ സിദ്ധാന്തം എന്താണ്? ഇന്ത്യയെ ഇങ്ങനെ ആവശ്യാനുസരണം പുനഃക്രമീകരിക്കാൻ അനുവദിക്കുന്ന ആ കോർ പ്രിൻസിപ്പിളൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ആ സിദ്ധാന്തത്തെ നമുക്ക് ഈ ഒരു വാചകത്തിൽ ഒതുക്കാം: എൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. അതായത്, ഇന്ത്യ എന്ന യൂണിയൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അത് ശാശ്വതമാണ്, അതിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ അതിനകത്തുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല. അവയുടെ അതിരുകൾ മാറ്റാനും അവയെ പുനഃക്രമീകരിക്കാനും പാർലമെന്റിന് അധികാരമുണ്ട്. ഇവിടെ പരമപ്രധാനമായ സ്ഥാനം യൂണിയനാണ്, സംസ്ഥാനങ്ങൾക്കല്ല. നമ്മുടെ സംവിധാനത്തിന്റെ ഈയൊരു പ്രത്യേകത ശരിക്കും മനസ്സിലാക്കാൻ അമേരിക്കൻ മാതൃകയുമായി ഒന്ന് താരതമ്യം ചെയ്താൽ മതി. അമേരിക്കയിൽ യൂണിയനും ഇൻഡിസ്ട്രക്റ്റബിളാണ്, സംസ്ഥാനങ്ങളും ഇൻഡിസ്ട്രക്റ്റബിളാണ്. അതായത്, ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തി മാറ്റണമെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ കൂടി സമ്മതം വേണം. എന്നാൽ ഇന്ത്യയിൽ ആ അധികാരം പൂർണ്ണമായും യൂണിയൻ പാർലമെന്റിനാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എത്രമാത്രം പ്രാധാന്യം നൽകി എന്നതാണിത് കാണിക്കുന്നത്. അപ്പോൾ ഈ വിശകലനം നമ്മെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. പുതിയ പ്രാദേശികമായ ആവശ്യങ്ങളും ഭരണപരമായ വെല്ലുവിളികളും ഇനിയും ഉയർന്നുവരും. കാലം മാറുന്നതിനനുസരിച്ച് ഇതെല്ലാം സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിൽ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ ആന്തരിക ഭൂപടം ഇനിയും മാറാൻ സാധ്യതയുണ്ടോ? ഈ ചോദ്യം നിങ്ങൾക്ക് ചിന്തിക്കാനായി വിട്ടുകൊണ്ട് ഞങ്ങൾ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു പുസ്തകത്തിലെ താളിലൊതുങ്ങുന്ന ഒന്നല്ല, അല്ലേ? സത്യത്തിൽ 1956-ന് ശേഷം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന, പുതിയ രൂപങ്ങളും ഭാവങ്ങളും കൈവരിക്കുന്ന ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണത്. ആ ഒരു യാത്രയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതെ ഷാനി, അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലെ? ഇന്ത്യയുടെ ഈ ഭൂപടം, ഇതിന്റെ വര പൂർത്തിയായ ഒന്നാണോ? ഒരിക്കലുമല്ല. ജനകീയ പ്രക്ഷോഭങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഈ ഭൂപടത്തിന്റെ അതിരുകൾ വീണ്ടും വീണ്ടും മാറ്റിവരച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിൽ സംസ്ഥാന പുനഃസംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 1960-കൾ മുതൽ തുടങ്ങി 2019-ലെ ആ നിർണായക മാറ്റങ്ങൾ വരെ ഓരോന്നും നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കും. ശരി, അപ്പം നമുക്ക് തുടങ്ങാല്ലേ. ആദ്യം പോകുന്നത് 1960-കളിലേക്കാണ്. ഭാഷയുടെ പേരിലുള്ള ആവശ്യങ്ങളും പിന്നെ മുൻ യൂറോപ്യൻ കോളനികളെ ഇന്ത്യയോട് ചേർത്തതും ഇതൊക്കെയാണ് ആ ദശാബ്ദത്തെ പ്രധാനമായും നിർവചിച്ചത്. 1960-ൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു അത്. അന്നത്തെ ദ്വിഭാഷാ സംസ്ഥാനമായ ബോംബെയെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു. വിഭജനത്തിന്റെ പിന്നിലെ ഭരണഘടനാപരമായ അടിസ്ഥാനം എന്തായിരുന്നു? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 അനുസരിച്ച് പാർലമെന്റിന് നിലവിലുള്ള ഒരു സംസ്ഥാനം വിഭജിച്ചോ അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങൾ ചേർത്തോ പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പൂർണ്ണ അധികാരമുണ്ട്. ഇവിടെ
ഭാഷാപരമായ ഐക്യം എന്ന തത്വം ഉപയോഗിച്ച് പാർലമെന്റ് ബോംബെ പുനഃസംഘടനാ നിയമം 1960 പാസാക്കുകയും അങ്ങനെ മറാത്തി സംസാരിക്കുന്നവർക്ക് മഹാരാഷ്ട്രയും ഗുജറാത്തി സംസാരിക്കുന്നവർക്ക് ഗുജറാത്തും രൂപീകരിക്കുകയുമാണ് ചെയ്തത്. ഈ 3 പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ വഴികളിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. അതിലേക്കൊന്ന് സൂമിൻ ചെയ്യാമോ? ജനകീയ വിമോചനം, സമാധാനപരമായ കൈമാറ്റം, പിന്നെ പോലീസ് നടപടി, ഇവ തമ്മിലുള്ള നിയമപരമായ വ്യത്യാസം എന്തൊക്കെയാണ്? തീർച്ചയായും. ദാദ്ര നഗർ ഹവേലിയുടെ കാര്യമെടുത്താൽ അവിടെയുള്ള ജനങ്ങൾ തന്നെ പോർച്ചുഗീസ് ഭരണം അവസാനിപ്പിച്ചു. പിന്നീട് 10ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിനെ നിയമപരമായി ഇന്ത്യയോട് ചേർത്തു. പുതുച്ചേരി ഒരു സമാധാനപരമായ കൈമാറ്റമായിരുന്നു. 14ാം ഭേദഗതിയിലൂടെ അതൊരു കേന്ദ്രഭരണ പ്രദേശമായി. എന്നാൽ ഗോവ, ദാമൻ, ദിയു എന്നിവയുടെ കാര്യത്തിൽ ഒരു സൈനിക നടപടി അഥവാ പോലീസ് ആക്ഷൻ തന്നെ വേണ്ടിവന്നു. അതിനുശേഷം 12ാം ഭേദഗതിയിലൂടെയാണ് അവയെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത്. അപ്പോൾ ഓരോന്നിനും അതിന്റേതായ നിയമപരമായ വഴികളുണ്ടായിരുന്നു. ഇന്ത്യയുടെ സംസ്ഥാന പദവിയിലേക്കുള്ള യാത്ര നോക്കൂ, അത് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്നൊരു പ്രക്രിയയായിരുന്നു. കേന്ദ്രഭരണ പ്രദേശവും ഒരു പൂർണ്ണ സംസ്ഥാനവും തമ്മിലുള്ള നിയമപരമായ വ്യത്യാസം എന്താണ്? പാർലമെന്റ് ഈയൊരു മാറ്റം വരുത്താൻ ഏതൊക്കെ അധികാരങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഒരു കേന്ദ്രഭരണ പ്രദേശം രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ വഴി നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും. എന്നാൽ ഒരു പൂർണ്ണ സംസ്ഥാനത്തിന് സ്വന്തമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയും സർക്കാരും അതുപോലെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ കൂടുതൽ അധികാരങ്ങളുമുണ്ട്. ആർട്ടിക്കിൾ 3 പ്രകാരം തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകാനുള്ള അധികാരവും പാർലമെന്റിനുണ്ട്. ഗോവയുടെ കാര്യത്തിൽ 1987-ൽ ഈ അധികാരം ഉപയോഗിച്ചാണ് അതിനെ ഇന്ത്യയുടെ 25ാമത്തെ സംസ്ഥാനമായി ഉയർത്തിയത്. ശരി, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. സാംസ്കാരിക സ്വത്വത്തിനും ഗോത്ര സ്വയംഭരണത്തിനും വേണ്ടിയുള്ള മുറവിളികൾ എങ്ങനെയാണ് വടക്കേ ഇന്ത്യയുടെയും പ്രത്യേകിച്ചു വടക്ക് കിഴക്കൻ ഇന്ത്യയുടെയും ഭൂപടം മാറ്റിമറിച്ചതെന്ന് നോക്കാം. പഞ്ചാബിന്റെ പുനഃസംഘടനയ്ക്ക് പിന്നിൽ അകാലിദളിന്റെ പഞ്ചാബി സുബ പ്രസ്ഥാനം എന്ന വലിയൊരു രാഷ്ട്രീയ ആവശ്യമുണ്ടായിരുന്നു. ഈ പ്രക്രിയയിൽ ഷാ കമ്മീഷന്റെ പങ്ക് എത്രത്തോളം നിർണായകമായിരുന്നു? അവരുടെ ശുപാർശകൾ പാർലമെന്റ് എങ്ങനെയാണ് നിയമമാക്കിയത്? ഷാ കമ്മീഷന്റെ പങ്ക് വളരെ വലുതായിരുന്നു. കാരണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ അതിർത്തികൾ എങ്ങനെ പുനർനിർണയിക്കണം എന്നതിനെക്കുറിച്ച് അവർ വ്യക്തമായ ശുപാർശകൾ നൽകി. പഞ്ചാബി സംസാരിക്കുന്ന പ്രദേശങ്ങൾ പഞ്ചാബിൽ നിലനിർത്തുക, ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർത്ത് ഹരിയാന എന്ന പുതിയ സംസ്ഥാനം രൂപീകരിക്കുക, മലയോര പ്രദേശങ്ങളെ ഹിമാചൽ പ്രദേശത്തോട് ചേർക്കുക എന്നതായിരുന്നു പ്രധാന ശുപാർശ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് പഞ്ചാബ് പുനഃസംഘടനാ നിയമം 1966 പാസാക്കി. അങ്ങനെയാണ് ഹരിയാന ഇന്ത്യയുടെ 17ാമത്തെ സംസ്ഥാനമായി മാറുന്നത്. ഈ സംഖ്യ ഒന്ന് ശ്രദ്ധിക്കൂ, 5. 1972 എന്ന വർഷത്തിൽ വടക്ക് കിഴക്കൻ മേഖലയിൽ ഈയൊരു സംഖ്യ പ്രതിനിധീകരിക്കുന്ന ആ വലിയ രാഷ്ട്രീയ മാറ്റം എന്തായിരുന്നു? അതെ, 5 വലിയ മാറ്റങ്ങൾ. ഇതിൽ മേഘാലയയുടെ കാര്യം കുറച്ച് വ്യത്യസ്തമാണല്ലേ. 1969-ലെ 22ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സൃഷ്ടിച്ച സ്വയംഭരണ സംസ്ഥാനം അഥവാ ഉപസംസ്ഥാനം എന്ന ആ ഒരു പരീക്ഷണത്തെക്കുറിച്ച് വിശദീകരിക്കാമോ? എന്തുകൊണ്ടാണ് അത് അത്ര സവിശേഷമായ ഒന്നായി കണക്കാക്കപ്പെടുന്നത്? തീർച്ചയായും അതൊരു അദ്വിതീയമായ ഭരണഘടനാ സംവിധാനമായിരുന്നു. അതായത് ആസാമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മേഘാലയക്ക് സ്വന്തമായി ഒരു നിയമസഭയും മന്ത്രിസഭയും നൽകി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഫെഡറലിസത്തിനുള്ളിലെ ഒരു ഫെഡറലിസം. പക്ഷേ ഈ പരീക്ഷണം മേഘാലയയിലെ ജനങ്ങളുടെ അഭിലാഷങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് 1972-ലെ വടക്ക് കിഴക്കൻ പുനഃസംഘടനാ നിയമത്തിലൂടെ മേഘാലയയ്ക്ക് പൂർണ്ണ സംസ്ഥാന പദവി തന്നെ നൽകിയത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തീർത്തും വ്യത്യസ്തമായൊരു കഥയാണ്, സിക്കിമിന്റെ കാര്യം. മറ്റേതൊരു സംസ്ഥാനത്തിന്റെയും ലയനം പോലെയല്ല, ഭരണഘടനാപരമായി വളരെ സവിശേഷമായൊരു യാത്രയായിരുന്നു സിക്കിമിന്റേത്. അതെ, സിക്കിമിന്റെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. 1947-ൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ സിക്കിം ഇന്ത്യയുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് അഥവാ സംരക്ഷിത പ്രദേശമായി മാറി. അതായത് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ ഇന്ത്യയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇത് ഒരു പൂർണ്ണ ലയനമായിരുന്നില്ല, മറിച്ച് ഒരു പ്രത്യേകതരം ബന്ധമായിരുന്നു. ഈ 2 ഭേദഗതികളിലൂടെയുള്ള പ്രക്രിയ ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ അപവാദമാണ്. ഈ നിയമപരമായ നീക്കങ്ങളെക്കുറിച്ചൊന്ന് ആഴത്തിൽ വിശദീകരിക്കാമോ? എന്തിനാണ് അസോസിയേറ്റ് സ്റ്റേറ്റ് എന്നൊരു പുതിയ വിഭാഗം തന്നെ ഉണ്ടാക്കിയതും പിന്നെ പെട്ടെന്ന് തന്നെ അത് റദ്ദാക്കിയതും? അത് വളരെ രസകരമായ ഒരു ഭരണഘടനാ നിമിഷം തന്നെയായിരുന്നു. 35ാം ഭേദഗതിയിലൂടെ സിക്കിമിനെ ഉൾക്കൊള്ളാനായി അസോസിയേറ്റ് സ്റ്റേറ്റ് എന്നൊരു പുതിയ സ്റ്റാറ്റസ് തന്നെ ഭരണഘടനയിൽ കൊണ്ടുവന്നു. അതിനായി പുതിയൊരു ആർട്ടിക്കിൾ 2A-യും 10ാം ഷെഡ്യൂളും വരെ ചേർത്തു. എന്നാൽ ഇതൊരു താൽക്കാലിക ക്രമീകരണം മാത്രമായിരുന്നു. സിക്കിമിലെ രാജഭരണം അവസാനിപ്പിച്ച്
ഇന്ത്യയുടെ ഭാഗമാകാൻ അവിടുത്തെ ജനങ്ങൾ ഒരു ജനഹിത പരിശോധനയിലൂടെ തീരുമാനിച്ചപ്പോൾ 35-ാം ഭേദഗതിയിലൂടെ ഈ താൽക്കാലിക സംവിധാനങ്ങളെല്ലാം, അതായത് ആർട്ടിക്കിൾ 2A-യും 10-ാം ഷെഡ്യൂളും റദ്ദാക്കുകയും സിക്കിമിനെ ഇന്ത്യയുടെ 22ാമത്തെ പൂർണ്ണ സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടൊപ്പം സിക്കിമിനായി ആർട്ടിക്കിൾ 371F എന്ന് പ്രത്യേക വ്യവസ്ഥ ചേർക്കുകയും ചെയ്തു. ശരി, ഇനി നമുക്ക് പുതിയ നൂറ്റാണ്ടിലേക്ക്, അതായത് 2000ങ്ങളിലേക്ക് കടക്കാം. ഇക്കാലമായപ്പോഴേക്കും സംസ്ഥാന രൂപീകരണത്തിന്റെ കാരണങ്ങൾ മാറിത്തുടങ്ങി. ഭാഷയോ സംസ്കാരമോ എന്നതിലുപരി ഭരണപരമായ സൗകര്യവും വികസനവുമാണ് പുതിയ സംസ്ഥാനങ്ങൾക്കായുള്ള ആവശ്യങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളായത്. അതെ, ഈ 3 പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതിനു പിന്നിലെ പ്രധാന കാരണം മികച്ച ഭരണം ഉറപ്പാക്കുക എന്നതായിരുന്നു. ഇവിടെ ഉപയോഗിച്ച ഭരണഘടനാപരമായ നടപടിക്രമങ്ങള് മുൻപത്തെ പുനർസംഘടനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം എളുപ്പമായിരുന്നു? തീർച്ചയായും. മുൻകാലങ്ങളിലെ സങ്കീർണതകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ലളിതമായൊരു പ്രക്രിയയായിരുന്നു. നിലവിലുള്ള സംസ്ഥാനങ്ങളായ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവയുടെ നിയമസഭകളുടെ അഭിപ്രായം തേടിയ ശേഷം പാർലമെന്റ് ആർട്ടിക്കിൾ 3 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് പുനഃസംഘടനാ നിയമങ്ങൾ പാസാക്കി. അങ്ങനെ ഈ 3 പുതിയ സംസ്ഥാനങ്ങളും രൂപീകരിച്ചു. ഇവിടെ പ്രത്യേക കമ്മീഷനുകളോ സങ്കീർണമായ ഭരണഘടനാ ഭേദഗതികളോ ഒന്നും ആവശ്യമായി വന്നില്ല. പിന്നെ ഒരുപാട് കാലത്തെ ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ ഫലമായി 2014-ൽ തെലങ്കാന രൂപീകരിക്കപ്പെട്ടു. ഇതോടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 29 എന്ന സംഖ്യയിലെത്തി. ഇനി നമ്മൾ വരുന്നത് സമീപകാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട മാറ്റത്തിലേക്കാണ്. 2019-ലെ ജമ്മു കശ്മീർ പുനഃസംഘടന. ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി റദ്ദാക്കി അതിന് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലെ ഒരു മാതൃകാപരമായ മാറ്റം, ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെയായിരുന്നു. ഈ വലിയ മാറ്റത്തിന് അടിസ്ഥാനമായത് രാഷ്ട്രപതിയുടെ ഒരു പ്രത്യേക ഉത്തരവായിരുന്നു. അതിന്റെ ആ ഔദ്യോഗിക നാമം തന്നെ സൂചിപ്പിക്കുന്നത് നിലവിലുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ മാറ്റം കൊണ്ടുവന്നത് എന്നാണ്. അപ്പൊ നമുക്ക് വസ്തുതകൾ എന്താണെന്ന് നോക്കാം. 2019 ഓഗസ്റ്റിന് മുൻപും ശേഷവുമുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. ഈ രാഷ്ട്രപതിയുടെ ഉത്തരവിന്റെയും അതിനു പിന്നാലെ വന്ന പുനഃസംഘടനാ നിയമത്തിന്റെയും നിയമപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? നിയമപരമായി പറഞ്ഞാൽ 2019-ലെ രാഷ്ട്രപതിയുടെ ഉത്തരവ് മുൻപുണ്ടായിരുന്ന 1954-ലെ ഉത്തരവിനെ അസാധുവാക്കി. ഇതോടെ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മുകശ്മീരിന് ബാധകമായി. ഇതിനുശേഷം പാർലമെന്റ് പാസാക്കിയ ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമം 2019 ആർട്ടിക്കിൾ 3 പ്രകാരം ആ സംസ്ഥാനത്തെ ജമ്മു ആൻഡ് കശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. അതെ, ഭരണപരമായി നോക്കുമ്പോൾ ഒരൊറ്റ സംസ്ഥാനമെന്നത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി. അതിൽ ജമ്മു ആൻഡ് കശ്മീരിന് നിയമസഭയുണ്ട്, എന്നാൽ ലഡാക്കിന് നിയമസഭയില്ല. ഇന്ത്യയുടെ ഭൂപടം മാറുന്ന വേറൊരു രീതി കൂടിയുണ്ട് കേട്ടോ. അത് അതിർത്തികൾ മാറ്റിവരച്ചിട്ടല്ല, മറിച്ച് പേരുകൾ മാറ്റുന്നതിലൂടെയാണ്. സാംസ്കാരികമായ സ്വത്വം വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി യുണൈറ്റഡ് പ്രൊവിൻസസ് ഉത്തർപ്രദേശായതും മദ്രാസ് തമിഴ്നാടായതും മൈസൂർ കർണാടക ആയതുമെല്ലാം ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്. അങ്ങനെ 2019-ലെ ഈ മാറ്റങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 29-ൽ നിന്നും 28-ആയി കുറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8-ആയി മാറുകയും ചെയ്തു. ജമ്മു കാശ്മീർ എന്ന ഒരൊറ്റ സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറിയതാണ് ഈ കണക്കിലെ മാറ്റത്തിന് കാരണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇന്ത്യയുടെ ഭൂപടം എന്നത് എഴുതിത്തീരാത്ത ഒരു കഥയാണെന്ന പ്രധാന ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, അടുത്തതായി ഏതൊക്കെ പ്രാദേശിക അഭിലാഷങ്ങളായിരിക്കും ഈ ഭൂപടത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക.